Hi all, welcome to the Nattapadira video. I am your Batman agent. വിഷയം ലക്കി ഡ്രോ ഗിഫ്റ്റ് കൂപ്പൺ കുഞ്ഞാൻ പണ്ടിക്കാട് അൻവർ ഇതിലൊന്നും നിൽക്കുന്നതല്ല. ഓക്കെ, വിഷയം ഇന്ന് ചെന്ന് നിൽക്കുന്നത് നാസറിലാണ്. ഈ ലക്കി കൂപ്പൺ ഇത്രയും വ്ളോഗേഴ്സിനെ വിളിച്ച് വീഡിയോ ചെയ്യിച്ച് സ്വന്തം കടം വീട്ടാൻ വേണ്ടി വീട് വരെ ലക്കി ഡ്രോയിൽ കൊടുത്ത നാസർ മക്കി നാസറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കുറേ കുഞ്ഞാൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരിലേക്ക് സംശയം പോയി. ഷാഫി, അത് കഴിഞ്ഞിട്ട് ജിമിനി അടിച്ച ജാസിർ, അതിനുശേഷം അൻവർ, ഈ പറഞ്ഞ നാസിറിൻ്റെ മകൻ അൻവർ, അങ്ങനെ മക്കി നാസറിനെ ആരും അങ്ങോട്ട് ഗവനിച്ചില്ല. എന്തായാലും ഞാനെന്ത് ചെയ്യാം, ഗവനിക്കാം. അബ്ദുൽ നാസർ മക്കിയെ ഞാൻ ഗവനിച്ചിട്ടുണ്ട്, ഗവനിച്ചില്ല എന്ന് പറയണ്ട. അപ്പോൾ പ്രേക്ഷകരായ എൻ്റെ വവ്വാൽ മക്കളെ എന്ന് വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട് കുറേ പേര്. സോ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ നാസർ മക്കിയെ പ്രസൻറ്റ് ചെയ്യുന്നു. എനിക്കൊരുപാട് സംശയങ്ങളുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അൻവറിനെ ഒന്ന് സംശയത്തിൻ്റെ മുകളിൽ തോണ്ടിയിട്ടുണ്ടായിരുന്നു. അൻവർ എനിക്ക് സ്ക്രീൻ റെക്കോർഡ് അയച്ചു തന്നു, ചിതലയം ഗ്രൂപ്പിലെ സ്ക്രീൻ റെക്കോർഡ് അയച്ചു തന്നു. നമ്മുടെ സംശയം വളരെ ക്ലിയർ ആയിരുന്നു. 21-ാം തീയതി തന്നെയാണ് ചിതലയം ഗ്രൂപ്പിലേക്ക് അൻവർ മെസ്സേജ് ഇട്ടുള്ളത്. ആർക്കെങ്കിലും ലോട്ടറി വേണമെങ്കിൽ അൻവറിനെ എന്ത് ചെയ്യാം, ലോട്ടറി ഇൻ ദ സെൻസ് ലക്കി കൂപ്പൺ വേണമെങ്കിൽ അൻവറിനെ കോണ്ടാക്ട് ചെയ്യാം. ഞാൻ വീണ്ടും അൻവർ ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചു. ഇതുവരെ മെസ്സേജ് അയക്കാത്ത അൻവർ, ഞാൻ എന്നും അൻവറിന് നമ്പർ കൊടുത്താണ് ഇൻസ്റ്റാഗ്രാമിൽ. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് ഇന്നാണ് അൻവർ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. അൻവറിനോട് ഞാൻ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അൻവറിന് പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നുമില്ല. സെയിം റിപ്പീറ്റഡ് സാധനങ്ങളാണ് അൻവർ പറയുന്നത്. അൻവറിനൊന്നും അറിയില്ല, ഉപ്പാനായിട്ടൊരു കണക്ഷനും ഇല്ല. 21-ാം തീയതി ഇങ്ങനൊരു മെസ്സേജ് ഗ്രൂപ്പിലിടാൻ കാരണം അൻവറിന് ആ പർട്ടിക്കുലർ ദിവസം KL ബിജുവിൻ്റെ വീഡിയോ കണ്ടപ്പോൾ 6661 എന്ന് പറഞ്ഞ അവസാനിക്കുന്ന ആ നമ്പർ അൻവറിന് ഓർമ്മ ഉണ്ടായിരുന്നു. ഉപ്പ പണ്ടെങ്ങാണ്ട് കല്യാണത്തിനോ പരിപാടിക്കോ വന്ന സമയത്ത് അത് ഉപ്പാൻ നമ്പറായിരുന്നു എന്നുള്ളത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് അതിലേക്ക് വിളിച്ച് ചോദിച്ചു. അങ്ങനെയൊക്കെയാണ് അൻവറിൻ്റെ വേർഷൻ. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. ഈ വീഡിയോ അൻവറിനെ കുറിച്ചോ കുഞ്ഞാൻ പാണ്ടിക്കാടിനെ കുറിച്ചിട്ടോ അല്ല. ഈ വീഡിയോ അബ്ദുൽ നാസർ മക്കിയെ കുറിച്ചിട്ടാണ്. ഈ പർട്ടിക്കുലർ കൂപ്പൺ വെച്ച് വീട് വ്ളോഗേഴ്സിനെ കൊണ്ട് വ്ളോഗ് ചെയ്യിച്ച് നാട്ടുകാരെ കൊണ്ട് 1000 രൂപയ്ക്ക് ടിക്കറ്റ് എടുപ്പിച്ച അബ്ദുൽ നാസർ മക്കി ഈ വീട് ഇങ്ങനെ ലക്കി കൂപ്പൺ വെച്ച് വിൽക്കാനുള്ള കാരണം എന്താ എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചോ? കടമാണ്. ആരോഗ്യ പ്രശ്നമല്ല, കടം. ഓക്കെ, ആ കടം എങ്ങനെ വന്നു? ബിസിനസ് പൊളിഞ്ഞു, ഇത്രേ പറയുന്നുള്ളൂ. ആര് പറ്റിച്ചു, എവിടുന്ന് പറ്റിച്ചു, എങ്ങനെ പറ്റിച്ചല്ല, ബിസിനസ് പൊളിഞ്ഞു. ഈ വിഷയത്തിൽ വീഡിയോ ചെയ്ത ഒരുപാട് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ ഞാൻ എടുത്തു വെച്ച് നോക്കി. നാസർ എന്തൊക്കെയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കണേന്നുള്ളത്. അപ്പോൾ കുറച്ച് എക്സ്പ്ലനേഷൻസ് കാണാം നാസർ മക്കിയുടെ. ഓക്കെ, പല വ്ളോഗേഴ്സിൻ്റെ വീഡിയോയിലായിട്ട് എങ്ങനെ കടം വന്നു എന്നുള്ളതിനെക്കുറിച്ച് നാസർ മക്കി തന്നെ പറയുന്ന എക്സ്പ്ലനേഷൻ. നമ്മളിങ്ങനെ ഇത്ര വലിയൊരു വീടും ഇതുപോലെ ഒരുപാട് പ്രൈസും നമ്മളിങ്ങനെ ലക്കി ഡ്രോ ആയിട്ട് കൊടുക്കാൻ കാരണം അതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഏകദേശം ഒരു 3 വർഷത്തിന് ഇപ്പോൾ കുറച്ച് കടത്തിലായിപ്പോയി. മുമ്പ് നല്ലൊരു ഇതിലുണ്ടായി, എല്ലാം കൊണ്ട് സഹായത്തിനും വിഷയത്തിനും എല്ലാത്തിനും ഞാൻ മുമ്പ് ഇതിലുണ്ടായ ആളാണ്. പക്ഷെ ഇപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് ഞാനൊരു 3 വർഷത്തിന് ഇപ്പോൾ ഇരുന്നുപോയി കച്ചവടത്തിനും. പിന്നെ അതുണ്ടാവില്ല, അങ്ങനെ ഇരുന്നത് കൊണ്ട് ഞാൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തീരുമാനിച്ച് നോക്കുമ്പോൾ നമ്മളെ ഒരു കടത്തിൽ ഉണ്ടാകുമ്പോൾ ആൾക്കാർ അതിനൊരു വില കാണുന്നില്ല. വില കാണാതെ നിൽക്കുമ്പോൾ പിന്നെ എൻ്റെ ചങ്ങായിമാരും എൻ്റെ കുടുംബക്കാരെല്ലാം തീരുമാനിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം, നിരക്കിൽ അടുപ്പോട് കൂടെ നമുക്ക് ഇതിങ്ങനെ ചെയ്തുകൂടെ തീരുമാനിച്ചിട്ട് 1000 രൂപൻ്റെ ഒരു കൂപ്പൺ വെച്ചിട്ട്, അതായത് നാസർ മക്കി ഇരുന്ന് പോയി, കടം വന്ന മനുഷ്യരിക്കൂടെ. ഓക്കെ, കടം എങ്ങനെ വന്നു എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയിൽ പറയുന്നില്ല. ഒരു 3 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാസർ മക്കി പറയുന്നത് വീട് വിൽക്കാൻ വെച്ചാൽ, ഓക്കെ, കൂപ്പണുള്ള പരിപാടി അല്ലാതെ ഒരാൾക്ക് കടം വന്നാൽ അയാളുടെ അസറ്റ്സ് അയാൾ വിൽക്കും. വീട് വിൽക്കാൻ വെച്ചാൽ നാട്ടുകാർ വില കാണുന്നില്ല. നോട്ട് ദ പോയിന്റ്, നാട്ടുകാർ വില കാണുന്നില്ല. ആ നാട്ടുകാരും കുടുംബക്കാരുമാണ്
നാസർ മക്കിയെ ഹെൽപ്പ് ചെയ്യാൻ ഈ കൂപ്പൺ പരിപാടിക്ക് ഒപ്പം നിന്നതാണ് ബാക്കി വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. നന്മ നിറഞ്ഞ നാട്ടുകാർ, നാസർ മക്കിയുടെ അവസ്ഥ കണ്ടിട്ട് സഹായിക്കാൻ ഇറങ്ങിയ നാട്ടുകാർ. കുഞ്ഞാൻ്റെ വീഡിയോയിൽ അങ്ങനെയായിരുന്നു, നിങ്ങൾ ഈ നാട്ടുകാരെ കണ്ട് പഠിക്കണം, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ആ നാട്ടുകാർ നാസർ മക്കി ഇത്രയും കടത്തിൽ മുങ്ങി വീട് വിൽക്കുകയാണെന്ന് അറിയുമ്പോൾ അതിനൊരു മാന്യമായ വില കൊടുക്കാൻ റെഡിയല്ല. ഓക്കെ, നോട്ട് ദ പോയിൻറ്റ്. അതാണ് പറയുന്നത്. ആ കടത്തിനെ കുറിച്ചൊന്നും വലുതായിട്ട് പറയുന്നതിൽ ഒരു 3 വർഷത്തെ കണക്ക് പറയുന്നുണ്ട്. ഓക്കെ, 3 വർഷത്തിന് ഇപ്പുറം എന്ന് പറയുന്നത് അപ്പുറം എന്ന് പറയുന്നുണ്ട്. കടം വന്നത് എങ്ങനെയാണെന്നുള്ളത് നാസർ മക്കി പറയുന്നില്ല. അടുത്ത വീഡിയോ. ഏകദേശം 1 കോടിയോളം 1.5 കോടി റുപ്യ കടമുണ്ട്. കടമുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ കടബാധ്യത എങ്ങനെ വന്ന് പെട്ടെന്ന്? കച്ചവടത്തിൽ തന്നെ ഏകദേശം ഒരു 3 വർഷത്തിന് ഇപ്പറേ കുറച്ച് കച്ചവടത്തിൽ പൊട്ടി തന്നെ. ഉൾസൂർ ഞാൻ കച്ചവടം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇളനീരിൻ്റെ കച്ചവടം. അതിന് നല്ലൊരു പൈസ പോയി. പിന്നെ അതിൻ്റെ ശേഷം ദുബായി പോയിട്ട് തന്നെ ഒരു ടീം എന്നെ പറ്റിച്ചു നല്ലൊരു പൈസ. അപ്പോൾ ഒരു കച്ചവടത്തിന് ഇടാന്നെല്ലാം പറഞ്ഞ് പറ്റിച്ചു. അതിൽ ഞാൻ നല്ലോണം തളർന്ന് ഞാൻ ഇരുന്നു പോയി. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ ഞാൻ വന്നുപോയി. പറ്റിച്ച ഒരു സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൈസ അടിച്ചതാണ്. ഞാനിടുന്ന അയച്ചു കൊടുത്ത്. പിന്നെ ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, പെട്ടെന്ന് ഡെങ്കു പനി വന്നുപോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ആളില്ല. പിന്നെ 2 ദിവസം ഒന്ന് തിരഞ്ഞു നോക്കുമ്പോൾ ആളെ കിട്ടുന്നില്ല. പിന്നെ തിരിച്ച് വന്ന് ഞാനിവിടെ കംപ്ലയിൻറ്റ് കൊടുത്തു. അങ്ങനെ ചെയ്തതാണ്. വീട്ടിലാരുണ്ട്? വീട്ടിൽ എൻ്റെ വൈഫ് പിന്നെ 4 മക്കളാണ്. 1.5 കോടി രൂപയുടെ കടം. നോട്ട് ദാറ്റ് പോയിന്റ് വെരി ക്ലിയർലി. 1.50 crore. 1.5 കോടി രൂപയുടെ കടം. ഓക്കെ, ഇത്രയും ഉണ്ട് നാസർ മക്കിക്ക്. ഇന്ന് നാസർ മക്കി ഈ വീഡിയോ നമ്മുടെ മുകേഷൻ നായരുടെ വീഡിയോ ആണ്. സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ വേണ്ടി പൈസ കൊടുത്തു. എടീ, കോടിക്കണക്കിന് രൂപ കൊടുത്ത ഒരാൾ ഏതോ ഒരുത്തനും വിശ്വസിച്ചിട്ട്, അതും നാട്ടിലെവിടെയോ ഹുൻസൂർ എങ്ങാണ്ട് ഒരു കച്ചവടം തുടങ്ങി പൊട്ടി എന്ന് പറഞ്ഞു ഇളനീരിൻ്റെ. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ ദുബായിൽ കച്ചവടം തുടങ്ങാൻ വേണ്ടി നാട്ടിൽ നിന്ന് കാശിട്ട് കൊടുത്ത് എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ആൾ മിസ്സിങ്ങാന്ന് പറഞ്ഞ് ഇതിലൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കേസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ആ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നാസർ മക്കിക്ക് കാണിച്ചു തരാം. സംശയമാണ് നാസർ മക്കി ഇതൊക്കെ. 1.5 കോടീൻ്റെ കടമുള്ള നാസർ മക്കി. നോട്ട് ദ പോയിന്റ്. 1.5 കോടി രൂപയുടെ കടം. ഓക്കെ, ഇത് പറയുന്നത് 2024 വീഡിയോയിലാണ്. നിങ്ങൾ ഈ പോയിന്റ്സൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യം വരും. KL ബിജുവിൻ്റെ വീഡിയോ. നാസർക്ക് ഒരു പ്രവാസിയാന്ന് പറഞ്ഞു. അതെ, ഞാൻ മുമ്പ് ഒരു പ്രവാസിയായിരുന്നു. 10 വർഷം സൗദിയിലുണ്ടായിരുന്നു. അപ്പം വന്നിട്ട് നാട്ടിൽ കുറച്ച് കച്ചവടം ചെയ്തെന്തോ പൊട്ടി ഇരുന്നുപോയി. കച്ചവടത്തിൽ ഇരുന്നതിന് ശേഷം അങ്ങനെ ചെയ്തിട്ടുള്ളത്. KL ബിജുവിൻ്റെ വീഡിയോയിൽ നാട്ടിലെ കച്ചവടത്തിൽ പൊട്ടിയിരുന്നു പോയി. മുകേഷൻ നായരുടെ വീഡിയോയിൽ ഗൾഫിലെ കച്ചവടത്തിൽ പൊട്ടിയിരുന്നു പോയി. ഷാദിനൊപ്പം ചെയ്ത വീഡിയോയിൽ കച്ചവടം ചെയ്ത് പൊട്ടിയിരുന്നു പോയി. നാട്ടിലാണോ ഗൾഫിലാണോ എന്നൊന്നുമില്ല, പൊട്ടിയിരുന്നു പോയി. ഓക്കെ, അത് പറയുന്നുണ്ട്. എവിടെ കച്ചവടം ചെയ്തു, ആരെ കൂടെ കച്ചവടം ചെയ്തു, എന്ത് കച്ചവടം ചെയ്തു ഒന്നുമില്ല. 1000 രൂപേൻ്റെ കൂപ്പൺ എടുക്കുന്ന നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ രോഗിയുടെ അസുഖത്തിനാണെന്നുണ്ടെങ്കിൽ അയാളുടെ അസുഖം നമുക്ക് എന്ത് ചെയ്യാം, അന്വേഷിച്ച് ഏത് ഹോസ്പിറ്റലാണെന്ന് നോക്കി അയാളുടെ അസുഖത്തിൻ്റെ സ്റ്റേജ് എന്താണെന്നോ അതിന് എത്ര രൂപ ചിലവാകും എന്നുള്ളതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചാരിറ്റി വീഡിയോ കണ്ടാലോ അല്ലെങ്കിൽ അയാളുടെ അസുഖം പറഞ്ഞാൽ അയാൾ തന്നെ വീഡിയോ ഇട്ടാലോ നമുക്ക് പൈസ അയച്ചു കൊടുക്കാം. ഫൈൻ. പക്ഷെ ഇവിടെ ഒരാൾക്ക് ഒരു തരത്തിലും എന്തില്ല, അങ്ങനത്തെ ഒരു എക്സ്പെൻസ് വന്നിട്ടില്ല. അയാൾ അറിയാത്ത എന്തോ കച്ചവടം ചെയ്തു, അയാൾ എന്തോ ഒരു കച്ചവടം ചെയ്ത് അയാൾ പൊളിഞ്ഞ്. ഓക്കെ, എന്തോ കച്ചവടം ചെയ്ത് അയാൾ പൊളിഞ്ഞതിന് നമ്മൾ പൈസ കൊടുക്കണം നാട്ടുകാർ 1000 രൂപ. അത് എന്ത് കച്ചവടം അയാൾ പറയുന്നില്ല, ആരപ്പം ചെയ്തു എന്ന് പറയുന്നില്ല, എത്ര കാലം ചെയ്തു എന്ന് പറയുന്നില്ല, പറഞ്ഞതൊക്കെ മാറ്റിയും മറിച്ചും പറയുന്നു. ഇങ്ങനത്തെ വീഡിയോസിൻ്റെ ട്രിക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അസുഖമുള്ള വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ കൃത്യമായിട്ട് പറയാം. ഖാദർ കരിപ്പൂടി എന്ന് പറഞ്ഞ വ്യക്തി എനിക്ക് ക്ലോസ് ആയിട്ട് അറിയുന്ന ആളാണ്. അങ്ങേരുടെ വീഡിയോ കണ്ടിട്ടടക്കം ആ വ്യക്തിയുടെ അസുഖത്തിൻ്റെ ഡീറ്റെയിൽസ് അടക്കം ചോദിച്ചു മേടിച്ചെടുത്തനാണ് ഞാൻ. കാരണം അത് തന്നേ പറ്റൂ, ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? മനസ്സിലായില്ലേ? അപ്പം അസുഖം കണ്ടാലും ഇതേപോലെ തകർന്നു എന്ന് കണ്ടാലും നിങ്ങൾ 1000 രൂപയോ 500 രൂപയോ കൊടുക്കുന്നതിന് മുമ്പ് ഇടുത്തങ്ങോട്ട് വീശാതിരിക്കുക. കണ്ടവരുണ്ടാക്കി വെച്ച കടത്തിൻ്റെ മുകളിൽ എന്തിനാണോ നമ്മൾ കൊണ്ടുപോയിട്ട് ഈ സാധനം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് കൃത്യമായ ഡാറ്റ വയ്ക്കണം, ക്ലാരിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ എന്താണെങ്കിലും അബ്ദുൽ നാസർ മക്കിക്ക് ക്ലാരിറ്റി ഇല്ല, ഒരാൾക്കും ക്ലാരിറ്റി കൊടുക്കുന്നില്ല. ഇത് എന്തിൻ്റെ കടമാണെന്നുള്ളത്, എങ്ങനെ വന്ന കടമാണെന്നുള്ളത്, ബിസിനസ് ചെയ്ത് പൊട്ടി, ഇത്രയേ പറയുന്നുള്ളൂ. ഇനിയാണ് ഞാൻ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, 2024 അവസാനത്തേക്കും പിന്നെ 2025 തുടക്കത്തിലൊക്കെയാണ് നാസർ മക്കി എന്ത് ചെയ്യുന്നത്, ഈ വ്ളോഗേഴ്സിനെ വെച്ച് വീഡിയോ ചെയ്യുന്നത്. ഓക്കെ,
അപ്പോൾ 2025 ആൻഡ് 24 ലാസ്റ്റ് 25 തുടക്കം മുതൽ ഈ കൂപ്പൺ വെച്ചുള്ള പരിപാടി തുടങ്ങിയ നാസർ മക്കി, ബിസിനസ് ചെയ്ത് ഇരുന്ന മക്കി. ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് ഞങ്ങൾക്ക് വയ്ക്കാം. അബ്ദുൽ നാസർ മക്കി, വിരാജ്പേട്ട കൊടുക്കും. പാർട്ടി IND, ഉപ്പാൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഏജ് 48 കൊടുത്തിട്ടുണ്ട്. എൻറോൾഡ് ആസ് എ വോട്ടർ ഇൻ വിരാജ്പേട്ട് കർണാടക കോൺസ്റ്റിറ്റ്യുവൻസി അറ്റ് സീരിയൽ നമ്പർ 235 ഇൻ പാർട്ട് നമ്പർ 77. സെൽഫ് പ്രൊഫഷൻ അഗ്രികൾച്ചർ ബിസിനസ്. അഗ്രികൾച്ചർ ബിസിനസ്സാണല്ലോ പൊളിഞ്ഞത്. സ്പോർട്സ് പ്രൊഫഷൻ ഹൗസ് വൈഫ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് എന്താടാ ഇയാളത് ID കാർഡോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. അല്ല, നമ്മുടെ നാസർ മക്കി 2023 നോട്ട് ദ പോയിന്റ്, 2023 അവിടെ തെരഞ്ഞെടുപ്പിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടുണ്ട്. ഈ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുക myneda.info എന്ന് പറഞ്ഞ ഗവൺമെൻറ് വെബ്സൈറ്റിനകത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ഇൻഫർമേഷൻസ് കിട്ടും. അപ്പോൾ ഇയാൾ 2020 ഈ ബിസിനസ് ചെയ്ത് 3 വർഷത്തിന് ഇപ്പുറം എന്തൊക്കെയോ ബിസിനസ് ചെയ്ത് നാസർ മക്കി എലക്ഷന് നിന്നിട്ടുണ്ട്. ഒരാൾ ഇലക്ഷന് നിൽക്കുമ്പോൾ പൊതുവെ അയാളുടെ അസറ്റ്സ് എന്തൊക്കെ, അല്ലെ ലയബിലിറ്റി എന്തൊക്കെയെന്നൊക്കെ എഴുതി കൊടുക്കുമല്ലോ. ഇതാണ് നിങ്ങളിനി കാണേണ്ട കാഴ്ച. മക്കളെ, ഞാൻ നിങ്ങളെ ആ കാഴ്ചയിലേക്ക് ക്ഷണിക്കുകയാണ് കേട്ടോ. ഈ കാഴ്ചയിലേക്ക് ക്ഷണിക്കുമ്പോൾ എനിക്ക് ഈ കാഴ്ചയുടെ കൂട്ടത്തിൽ തന്നെ കുറച്ചധികം കാര്യങ്ങളും കൂടി നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നാസർ മക്കി 2023 അവിടെ എലക്ഷന് നിന്നിട്ടുണ്ട്, കൊട്ടുക്ക് വിരാജ്പേട്ട്. ഓക്കെ, അങ്ങനെ നിന്ന നാസർ മക്കിക്ക് ആകെ കിട്ടിയത് 346 വോട്ടാണ്. ഈ സ്നേഹനിധിയായ നാട്ടുകാർ നാസർ മക്കിയെ ഇത്രത്തോളം സ്നേഹിച്ച് നാസർ മക്കിക്ക് വേണ്ടി കൂപ്പൺ എടുത്തു കൂട്ടുന്ന നാട്ടുകാരായ അവിടുത്തെ അയാളുടെ ചുറ്റുപാടുമുള്ള കൊട്ടുക്ക് നിവാസികൾ 346 വോട്ട് കൊടുത്ത് തോൽപ്പിച്ച് ഞാൻ പറയുന്നില്ല, തോറ്റി. ഓക്കെ, എന്നാണെങ്കിലും അതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇനിയാണ് നമ്മൾ നാസർ മക്കിയുടെ അസറ്റ്സിലേക്ക് പോകുന്നത്. ഒരാളയാളുടെ അസറ്റ്സ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഇതിൽ എഡ്യൂക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, 5th പാസ്സാണ്. ഓക്കെ, 5th സ്റ്റാൻഡേർഡ് പഠിച്ച സ്കൂളിൻ്റെ പേരൊക്കെ ഉണ്ട്. ഇനിയാണ് ഇതിലൊരു മെയിൻ ട്വിസ്റ്റ്. ഓക്കെ, ഇതിൽ ഒരു വീഡിയോനകത്ത് മുകേഷ് നായരുടെ ഒപ്പം ചെയ്ത വീഡിയോയിലാണെന്ന് തോന്നുന്നു നാസർ മക്കി, അതിൻ്റെ കട്ടിങ്സ് ഞാൻ അതിൽ വെച്ചിട്ടില്ല, പക്ഷേ ആ വീഡിയോനകത്ത് അതുണ്ട്. ചോദിക്കുകയാണെങ്കിൽ നാസർ മക്കിക്ക് കൊടുക്കണ്ട്. ഒന്നില്ലെങ്കിൽ മുകേഷ് നായർ അല്ലെങ്കിൽ കേൾപ്പിച്ചു. എത്ര മക്കളാണെന്ന് ചോദിച്ചപ്പോൾ 4 മക്കളാണെന്ന് പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് കാണുന്നത് സെൽഫ് സ്പോസ് ഓഫ് ആൻഡ് ഡിപ്പെൻഡൻറ്റ്. നമ്മൾ ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാം ഡിക്ലെയർ ചെയ്യണം. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ 3 പേരെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളൂ. ഇത് 3 മക്കൾ. ഞാനൊരു വട്ടം പാണ്ടിക്കാട് കുഞ്ഞാനോട് ഈ അൻവറിൻ്റെ കേസ് അറിഞ്ഞ സമയത്ത് ചോദിച്ചിട്ടുണ്ട്. അൻവർ എന്ന് പറഞ്ഞൊരു മകൻ വയനാട്ടിൽ നാസർ മക്കിക്ക് ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, ഇല്ലടാ, ഓന് 3 മക്കളേ ഉള്ളൂ നാസറിന് പറഞ്ഞു. പക്ഷെ ഒരു വീഡിയോനകത്ത് 4 മക്കളെക്കുറിച്ച് നാസർ മക്കിയോട് പറഞ്ഞു പോയിട്ടുണ്ട്. ഓക്കെ, ഞാനിത് വെട്ടി വെക്കുന്ന കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ആ സാധനം സൈഡിൽ ഞങ്ങൾക്ക് വെട്ടി വെച്ചരാം. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് തിരിച്ചു വരും മക്കളെ, തിരിച്ചു വരൂ. ഒട്ടും കൺഫ്യൂഷനില്ലാതെ നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇതിൽ ഇൻകം ടാക്സ് റിട്ടേണിൻ്റെ ഭാഗത്താണ്. ഇൻകം ടാക്സ് റിട്ടേൺ കിടക്കുന്നുണ്ട്, 2023 അടച്ചതിൻ്റെ കണക്കുണ്ട്. അവിടെയാണ് ഈ ഡിപ്പെൻഡൻറ്റ് 3 മക്കൾ, ഭാര്യ, നാസർ മക്കി എന്നുള്ള കോളം നിങ്ങൾ കണ്ടില്ലേ. ഇനിയാണ് നമ്മൾ അസറ്റ്സിലേക്ക് പോകുന്നത്, സ്വത്ത് വിവരങ്ങളിലേക്ക്. മൂവബിൾ അസറ്റ്സ്, നാസർ മക്കിയുടെ മൂവബിൾ അസറ്റ്സ് ക്യാഷായിട്ട് 4,10,000 രൂപ നാസർ മക്കിയുടെ കയ്യിൽ. ഓക്കെ, നാസർ മക്കിയുടെ പല അക്കൗണ്ടുകളിലൊക്കെ ആയിട്ട് ടോട്ടൽ 4,10,000 ഉണ്ട്. പിന്നെ ഭാര്യേൻ്റെയും മക്കളുടെയൊക്കെ ബാങ്കിലായിട്ട് 10, 15, 12 ആയിട്ട് വേറെ കുറേ പൈസകൾ. അങ്ങനെ ഹോൾ ടോട്ടൽ ഓക്കെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉള്ളത് ഒരു 4,72,000, പിന്നെ ഒരു 1,72,000. ഓക്കെ, അങ്ങനെയാണുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് നമുക്കെന്താണ് മൂവബിൾ അസറ്റ്സ് ആണ്, ഈ ബാങ്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റ്, അങ്ങനത്തെ പരിപാടികൾ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോണത് എങ്ങോട്ടാ അറിയോ? നേരെ പോണത് മൂവബിൾ അസറ്റ്സിൽ തന്നെ. ഇത് കഴിഞ്ഞതിന് ശേഷം ഇല്ല, കാറും ഉണ്ട് കേട്ടോ, 2 കാറുണ്ട്, സാൻട്രോ കാറും ഉണ്ട്, പിന്നെ ടാറ്റയുടെ ഒരു വണ്ടിയുണ്ട്. ഓക്കെ, പിന്നെ
മെയിൻ സാധനം പറഞ്ഞില്ല ഗോൾഡ് സ്വർണ്ണം ഭാര്യയുടെ പേരിലാണ്. അത് 640 ഗ്രാം ഗോൾഡ്, 32 ലക്ഷം രൂപയുടെ ഗോൾഡ് 2023 നാസർ മക്കിയുടെ കയ്യിൽ. ഓക്കെ, നാസർ മക്കിയുടെ അക്കൗണ്ടിലുള്ള പൈസയും കാറിൻ്റെ വാല്യൂ എല്ലാം കൂടി കൂട്ടിയിട്ട് നാസർ മക്കിക്ക് മാത്രം 12 ലക്ഷം രൂപ അവിടെ ഉണ്ട്. നാസർ മക്കിയുടെ വൈഫിൻ്റെ ഓക്കെ ഗോൾഡ് 640 ഗ്രാം അടക്കം 32 ലക്ഷം രൂപ വർത്തുള്ള വാല്യൂ ഉള്ള ഗോൾഡ്. ഫൈൻ. പിന്നെ മക്കളുടെ അല്ലറ ചില്ലറ ബാക്കി പൈസകളെല്ലാം കൂടിയും കൂട്ടി ഹോൾ ടോട്ടൽ ഭാര്യൻ്റെ പേരിലുള്ള ഗോൾഡ്, നാസർ മക്കീൻ്റെ പേരിലുള്ള വണ്ടിയും പിന്നെ ബാങ്കിൽ കിടക്കുന്ന പൈസയും മക്കളുടെ പേരിൽ കിടക്കുന്ന പൈസയും എല്ലാം കൂടിയും കൂട്ടിയിട്ട് 44,72,732 രൂപ. ഓക്കെ, ഇതൊക്കെ മൂവബിൾ അസറ്റ്സ്. ഇനി ഇമ്മൂവബിൾ അസറ്റ്സ്, അതായത് സ്ഥലം, വീട്, അങ്ങനത്തെ സെറ്റപ്പ്. നാസർ മക്കിക്ക് അഗ്രികൾച്ചർ ലാൻഡ് ഉണ്ട്, കോഫി തോട്ട കുഞ്ഞാൽ വില്ലേജിനകത്തുണ്ട്. ഈ കോഫി തോട്ടം കോഫി തോട്ടം ഉണ്ട്. അപ്പോൾ കോഫി തോട്ടത്തിൻ്റെ എസ്റ്റിമേറ്റ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് 15 ലക്ഷം രൂപ വർത്തുള്ള കോഫി തോട്ടം. പിന്നെ ഈ വീടാണ് തോന്നുന്നു, അതിനകത്ത് റെസിഡൻറ്റ് കാണിക്കുന്നുണ്ട്, വീട് കാണിക്കുന്നുണ്ട്. ആ വീടിന് 75 ലക്ഷം റുപ്യയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 75 പ്ലസ് വീടിൻ്റെ 75 പ്ലസ് കോഫി തോട്ടത്തിൻ്റെ 15, ഈ 75ഉം 15ഉം കൂടി എത്രയും മക്കളെ 90 ലക്ഷം രൂപയായി. ഹൗ മച്ച്? 90 lakhs. ഓക്കെ, അപ്പോൾ ആ 90 lakhs അവിടെ എന്തുണ്ട്? ഇമ്മൂവബിൾ അസറ്റ്സ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളൊരു ഇലക്ഷന് നിൽക്കുന്ന സമയത്ത് സാധാരണ അസറ്റ്സ് കുറച്ച് കാണിക്കും, ലയബിലിറ്റി കൂട്ടി കാണിക്കും, അതായത് കടബാധ്യതകൾ കൂട്ടി കാണിക്കും. അത് പൊതുവേ എല്ലാവരും, നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ നിലമ്പൂർ ഇലക്ഷൻ്റെ സമയത്ത് കണ്ടു കാണും. അതൊക്കെ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലയബിലിറ്റി എപ്പോഴും കൂട്ടിയേ വയ്ക്കുക, കടബാധ്യതകൾ കൂട്ടി വെച്ചിട്ട് അസറ്റ്സ് കുറച്ച് വയ്ക്കും. അപ്പോൾ ഇതിൽ കടബാധ്യതകൾ വെച്ചിട്ടുള്ളത് ലോൺ ഫ്രം ബാങ്ക്സ് പറഞ്ഞിട്ട് 3 ബാങ്കിൽ നിന്ന് ലോണ്, ഒന്ന് വെഹിക്കിൾ ലോണ്, ഹൗസിംഗ് ലോണ്, ഗോൾഡ് ലോണ്, 3 ലോണ് കാണിച്ചിട്ടുണ്ട്. 15 ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോണും 6,50,000 രൂപയുടെ വെഹിക്കിൾ ലോണും 9,75,000 രൂപയുടെ ഗോൾഡ് ലോണും. ഓക്കെ, ഇങ്ങനെ 3 ലോണ് കാണിച്ചിട്ടുണ്ട്. ഗ്രാൻഡ് ടോട്ടൽ 31,25,000 രൂപയാണ് ഇയാളുടെ ലയബിലിറ്റി, കടബാധ്യത 31,25,000 രൂപ. ഇതാണ് ലയബിലിറ്റി ആയിട്ട് നാസർ മക്കിക്ക് ഉള്ളത്. ഓക്കെ, ഇനി ഈ ഒരു പരിപാടിക്കകത്ത് ഞാൻ വേറൊരു സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഇതാണ് ദ ഹോൾ ടോട്ടൽ. നാസർ മക്കി അവിടെ 2023 സ്ഥാനാർത്ഥിയായി നിന്ന സമയത്ത് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി കോളത്തിൽ കൊടുത്തിട്ടുള്ളത് അസറ്റ്സ് മാത്രം 1,74,73,732 രൂപ. അതൊക്കെ കടബാധ്യത 2023 3 വർഷത്തെ കണക്കൊക്കെ നാസർ മക്കി പറഞ്ഞ നാസർ മക്കിക്ക് 2023, അതായത് ഇപ്പോൾ 25 പകുതിയായിട്ടേ ഉള്ളൂ. ഇയാൾ ഈ കൂപ്പണിൻ്റെ പരിപാടി തുടങ്ങിയത് 2024 ലാസ്റ്റ്, 2025 ഈ പകുതി ഈ തുടക്കമൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ മനസ്സിലാക്കണം, 2023 ഇയാളുടെ ലയബിലിറ്റി, ഇയാളവിടെ സാധാരണ രീതിയിൽ ഒരാൾ ഒരു സ്ഥലത്ത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ലയബിലിറ്റി കൂട്ടിക്കാണിക്കും. മനസ്സിലായോ? അയാൾക്കുള്ള കടബാധ്യതകൾ കൂട്ടിക്കാണിക്കും, അല്ലാതെ കടബാധ്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും എടുക്കും, ചുമ്മാ ലോണൊക്കെ എടുക്കും, അല്ലെങ്കിൽ ഗോൾഡ് കൊണ്ടുപോയി പ്ലഡ്ജ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ലയബിലിറ്റി അന്ന് കാണിച്ചിട്ടുള്ളത് 31,25,000 രൂപ മാത്രമാണ്. അപ്പോൾ 1,34,00,000 രൂപ അസറ്റ് കാണിച്ച ഒരാൾക്ക് 31,25,000 രൂപ ലയബിലിറ്റി ഉള്ളൂ 2023. പിന്നെ അത് 2024 അവസാനം 2025 ആയപ്പോഴത്തേക്ക് 1.5 കോടിൻ്റെ കടം ആർക്കായി? നാസർ മക്കിക്കായി. ഓക്കെ, ഇരുന്ന് പോയി ബിസിനസ്സിൽ, ദുബായിൽ കച്ചവടം ചെയ്തു, നാട്ടിൽ കച്ചവടം ചെയ്തു, ഇരുന്ന് പോയി. ഇതൊക്കെയാണ് നാസർ മക്കിയുടെ വേർഷൻ. ഇനി അവിടെയാണ് ഞാൻ വേറൊരു വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യിച്ച് കാണിക്കാം. സാപ്പി ആദ്യമായിട്ട് വീട്ടിൽ വന്ന സമയത്ത് നാസർ മക്കി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സത്യം പറയാൻ എനിക്ക് ഈ വീട് വേണ്ടാന്ന് തന്നെ ഉദ്ദേശിച്ചാണ്. ഞാൻ ഒരു വാടക വീട് നോക്കുന്നുണ്ട്. ഏതായാലും ഞാനത് പോകും. പിന്നെ മഴക്കാലം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ 6 മാസം മഴ തന്നെ. ഈ മഴയ്ക്ക് നമുക്ക് ചെറിയൊരു വീട് ഇതൊന്നും വെക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് വേറൊരു സ്ഥലമുണ്ട്, ആ ചെറിയൊരു മട്ടത്തിൽ ഞാൻ വീട് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വീട്ടിലോടാം. നാസർ മക്കി പറഞ്ഞത് കേട്ടോ, എനിക്ക് ഒരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ എന്ത് ചെയ്യാം, വീട് വെക്കാം ചെറുമട്ടത്തിൽ. 6 മാസം മഴ ചെയ്തുകൊണ്ട് വീട് വെക്കാൻ പറ്റില്ല, തൽക്കാലം വാടക വീട്ടിലേക്ക് മാറാം, പക്ഷെ സ്ഥലമുണ്ട്. ശരിയാണ്, സ്ഥലമുണ്ട് നാസർ മക്കിക്ക്. കോഫി തോട്ട എഴുതി വെച്ചിട്ടുണ്ട്, സ്ഥലമുണ്ട് നാസർ മക്കിക്ക്. സ്വർണ്ണമുണ്ട് നാസർ മക്കിയുടെ ഭാര്യയുടെ കയ്യിൽ.
എടാ ഇതൊക്കെ ഡിക്ലെയർ ചെയ്തോ, ഗവൺമെൻറ് എന്താ ഒഫീഷ്യൽ സാധനങ്ങളാട്ടോ, ഞാനായിട്ട് ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നൊന്നുമല്ല, സൈറ്റിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കേസാണ് ഇതൊക്കെ. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തൊക്കെ പുകിലായിരുന്നു നാസർ മക്കിക്ക്. നാട്ടുകാർ വരുന്നു, സഹായിക്കണം എന്ന് പറയുന്നു, ബ്ലോഗേഴ്സ് വരുന്നു, വീഡിയോ ഇടണു, എന്തൊക്കെയായിരുന്നു. ഒരാൾക്ക് കടം വന്നു, ഒരാൾ ഇരുന്ന് പോയി, ഗോൾഡ് എടുത്ത് വിൽക്കാം. ഓക്കെ, ഇനിയിപ്പോൾ അല്ല, ഗോൾഡ് വിറ്റിട്ട് ദുബായിക്ക് മറ്റേനെ പറഞ്ഞയച്ചു. നാസർ മക്കി പറയുന്നു സ്ഥലമുണ്ട് എന്നുള്ളത്. സ്ഥലമുണ്ടെന്ന് പറയുന്നുണ്ട്, സ്ഥലം കൊടുത്തൂടെ? അപ്പോൾ പറയും വീട് കൊടുക്കാൻ വെച്ചില്ലേ കൂപ്പണായിട്ട്. എടേ, നാട്ടിൽ ജനപ്രതിനിധിയായിട്ട് നിന്നൊരു വ്യക്തി, നാട്ടുകാർ ഫുള്ള് സഹായിക്കാൻ വേണ്ടി ഇങ്ങനെ ദെമ്പൽ കൊണ്ടു നിൽക്കുന്ന നാട്ടുകാർ. അപ്പം നാട്ടുകാരെങ്കിലും ഒരാൾ ഈ കഷ്ടപ്പാടിൽ വില കുറച്ച് സ്ഥലം വാങ്ങും, അത്രയും നല്ല നാട്ടുകാർ വാങ്ങും. സാധാരണ രീതിയിലൊക്കെ ചവിട്ടും, ഒരാൾ താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചവിട്ടും. പക്ഷെ ഈ നാട്ടുകാർ അങ്ങനെയല്ലല്ലോ, ഒരു ഭീകരന്മാരായ നാട്ടുകാർ, ഒരു സ്നേഹനിധികളായ നാട്ടുകാരാണ് ഇവർ. ഒരു സ്നേഹനിധീൻ്റെ ഒരു അളവ് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു വീഡിയോ പ്ലേ ചെയ്ത് തരാം. രണ്ടെണ്ണം 10 ടിക്കറ്റിൽ ആലാട്ടിൽ ആ കൂപ്പനായിട്ട് വന്നെങ്കിൽ ആ കൂപ്പൺ നാസർ ചാക്ക് തന്നെ. ഈ 2 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഈ നമ്പറിൽ വന്നെങ്കിൽ ഇതിൽ 2 ടിക്കറ്റിൽ നിന്ന് ഏത് നമ്പർ വന്നെങ്കിലും 50-50 ആയിട്ട് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. 10 കൂപ്പണ് അല്ലേ സർക്കാരെ ഞങ്ങള് വിടാൻ സമ്മതിക്കുന്നില്ല. 25 ടിക്കറ്റാണ് എടുത്തുക്കണേ. എന്താ 25 ടിക്കറ്റ് എടുക്കാനുള്ള കാരണം? നമ്മളെ അത്താണിയാണ്. അത്താണി നാട്ടുകാരനല്ലേ, നാട്ടുകാരനാണ്, എല്ലാമാണ്. നമുക്ക് കൈവിടാൻ പറ്റൂല. അതാണ് പറയണ്ടേ, ഞമ്മക്ക് കൈവിടാൻ പറ്റൂല, നാട്ടുകാരാണ് ഒരുമിച്ച് നിൽക്കുന്നത്. കൊണ്ട് എന്നെ സഹകരിക്കാം, എല്ലാവരും പൊരുത്തപ്പെട്ട് ഓരോ കൂപ്പനും കൊടുത്ത് എന്നെ സഹായിക്കാം. അങ്ങനെ നാട്ടുകാർ ഫുള്ള് 25 ടിക്കറ്റ്, 10 ടിക്കറ്റ്, എത്ര ടിക്കറ്റ് എടുക്കണേ? പിന്നെ ഒരു വോയിസിൽ ഞാൻ കേട്ടത്, ഈ നാസർ മക്കിയുടെ ഉമ്മേൻ്റെ അടുത്തിട്ടുണ്ട് 100 ടിക്കറ്റ്, വീട്ടുകാരും നാട്ടുകാരും കുറേ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അറിയാം, അതായത് ബൾക്ക് ഓഫ് ദ ടിക്കറ്റ് കൊടുത്തിട്ടുള്ള നാട്ടുകാരെ തോന്നുന്നു. എന്നിട്ട് അടിച്ചത് പുറത്ത്. ഇനി അടിച്ചതിൻ്റെ കഥയിൽ വേറൊരു ട്വിസ്റ്റും ഉണ്ട്, അത് വേറെ കാര്യം. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? 13 ടിക്കറ്റാണ് ഷാഫി എടുത്തത്. ഷാഫി എടുത്തത് 13 ടിക്കറ്റ്. ഷാഫി 13 ടിക്കറ്റ് എടുത്തതിനെ കുറിച്ച് അൻവർ പറഞ്ഞത് എന്താ, ഷാഫിയും പറഞ്ഞത് എന്താ? അവർ ടയലിറക്കി നയിച്ച് കൊണ്ടുവന്ന 13,000 രൂപയ്ക്കാണ് അവർ 13 ടിക്കറ്റ് എടുത്തത്. ആ ടയലിറക്കുന്ന കമ്പനി, ടയലിറക്കുന്ന പരിപാടിയിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ളത് ഷാഫി, അൻവർ, പിന്നെ ബാക്കി 2 പേര്. ഓക്കെ, ഞാൻ ഷാഫിനോട് അൻവറിനോട് ഇത് ചോദിച്ചതാണ്. അപ്പോൾ ആ വീട് കിട്ടിയ കൂപ്പൺ ഷാഫിയുടെ മാത്രം കൂപ്പണാണോ? അല്ല, ഷാഫി വന്നു പോയപ്പോൾ ഷാഫീൻ്റെ നിപ്പും ഇരിപ്പും കാണിക്കലൊക്കെ കണ്ടപ്പോൾ അതെന്തോ ഷാഫീൻ്റെ സ്വന്തം ടിക്കറ്റാന്ന് തോന്നുന്നു. 4 പാർട്ട്ണർമാർ കൂടി 13,000 രൂപ കിട്ടിയ ലാഭത്തിൽ നിന്ന് എടുക്കുമ്പോൾ 4 പാർട്ട്ണർമാർക്കും ഈക്വലായിട്ട് എന്തുണ്ട്, അതിനകത്ത് അവകാശമുണ്ട്. അപ്പോൾ ആ വീട് നാസർ മക്കിയുടെ വീട് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിൽ അവകാശം 4 പാർട്ട്നേഴ്സിനുണ്ട്. അതിൽ 4 പാർട്ട്നേഴ്സിൽ ഒരു പാർട്ട്ണർ അൻവർ നാസർ മക്കിയുടെ മകൻ. എവിടെ സംശയം തോന്നില്ലേ? നിങ്ങൾ പറ, സംശയം തോന്നാതിരിക്കുമോ? അതും നാസർ മക്കി 2023 ഇലക്ഷൻ നിന്ന സമയത്ത് അയാളുടെ അസറ്റ്സ് അടക്കം, ലയബിലിറ്റി അടക്കം ഗവൺമെൻറ് വെബ്സൈറ്റിൽ അവൈലബിൾ. നാട്ടുകാരാണെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ 100-300-400 ആളുടെ എന്നൊക്കെ ആയിരുന്നു തള്ളു പല വീഡിയോസിലും. ഇപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ ഞാൻ കണ്ടത്, ഒരു വീടിൻ്റെ അകത്ത് 400-300 പേര് കയറിക്കാൻ. വീട് തൃശ്ശൂർ മറ്റേ ഇതൊന്നുമല്ല, പൂരപ്പുറമ്പൊന്നുമല്ലല്ലോ എൻ്റെ മക്കളെ. അപ്പം നാസർ മക്കി കുറേ ഉത്തരം പറയണ്ട. ഇതിനെന്ത് നാസർ മാത്രം വരാത്ത? ഞാൻ അത് ആലോചിച്ച് നോക്കുന്നത്. നാസർ മക്കിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ളതായിട്ട് വീഡിയോയിൽ എവിടെയില്ല, കടബാധ്യത മാത്രമാണ് പറയുന്നത്. നാസർ മക്കി മാത്രം വരുന്നില്ല പുറത്ത്. എന്തെങ്കിലും വായന്ന് പൊട്ടത്തരം വീട് പോവും, മണ്ടത്തരമായി പോവും, പിന്നെ നാട്ടുകാർ കയറി പിടിക്കും, അല്ലെങ്കിൽ ഇന്നെപ്പോലുള്ളവർ കയറി പിടിക്കുന്നുള്ളത് കൊണ്ടാണോ? അതാണ് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ലേ. ഞാൻ എൻ്റെതായ രീതിയിൽ ഇതിനിടയിൽ കൂടി ഇങ്ങനെ നമ്മൾ പോയി നോക്കുമല്ലോ. പിന്നെ നല്ല രീതിയിൽ ഭീഷണിയുടെ സ്വരം നല്ല രീതിയിലുണ്ട് കേട്ടോ എനിക്ക് പല ഭാഗത്തുനിന്നായിട്ട്. ഇനി വല്ല പേപ്പറും സാധനവും വീട്ടിലേക്ക് വരുമെന്നും എനിക്ക് അറിയാൻ പാടില്ല. നമുക്കിതിൽ കേസ് കൊടുക്കുമല്ലോ, പറയാൻ പറ്റില്ലല്ലോ.
ആന മയിലൊട്ടാണ്, വേറെ അതിന് കൂടുതലൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നിൽക്കുന്നത്. ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ഒരാൾ വീഡിയോ ചെയ്തതിനെതിരെ കേസൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ആ കേസിൻ്റെ സമയത്ത് കൊണ്ടുപോയിട്ട് അവിടെ കാണിക്കുകയും, ഇവിടെ ഞാൻ ഇപ്പോൾ പറയാത്തതും വിടാത്തതുമായിട്ടുള്ള കുറച്ച് സാധനങ്ങളോട് എൻ്റെ കയ്യിലുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് വേറെ സീനൊന്നുമില്ലടേ. ഇങ്ങനെ വലിപ്പിക്കാൻ പാടില്ല നാട്ടുകാരെ, മനസ്സിലായോ? ഇപ്പോഴും കുറേ കമൻറ്റ് വരുന്നുണ്ട്, ഇതിനടിയിൽ ഒട്ടിച്ചു വെച്ചത് എടുത്തത് മാത്രം, ആ രീതിയിലുള്ളൊരു തട്ടിപ്പ് മാത്രമാണ് ഇതിൽ നടക്കാൻ സാധ്യത, അല്ലെങ്കിൽ ആ നറുക്കെടുപ്പിലായി എടുത്ത രീതിയിലല്ലേ എന്നുള്ളത്. നോ ദ എൻറ്റയർ പ്ലോട്ട്, ദിസ് എൻറ്റയർ സാധനം അതൊരു ദൃശ്യം മോഡൽ സ്ക്രിപ്റ്റാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആവുന്നത്. സീരിയസ്ലി. ഇപ്പം ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായമായിട്ടുണ്ട്. ഓക്കെ.